ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് മന്ത്ലി മെയ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ അവിടെയും ഫോളോ ചെയ്യാം. അവിടെ വേറെ തരത്തിലാണ് വീഡിയോസ് ഇടാറ്, അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് ആയി കിട്ടും. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ അവിടെയും മെസ്സേജ് ചെയ്യാം, നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. എൻ്റെ ചാനലിലെ മെമ്പർഷിപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. ചാനലിലെ നിങ്ങൾ മെമ്പർഷിപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ, എൻ്റെ ചാനലിലെ മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് ഇമ്മീഡിയറ്റ്ലി കാണാൻ പറ്റും. മെമ്പേഴ്സിനാണ് ആദ്യം വീഡിയോസ് റിലീസ് ചെയ്യാറ്. അത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ നോൺ മെമ്പേഴ്സിന് റിലീസ് ചെയ്യണത്. അപ്പോൾ മെമ്പേഴ്സിനാണ് എപ്പോഴും എല്ലാം വീഡിയോസ് ആദ്യം കാണാൻ പറ്റുക. അതുകൊണ്ട് മെമ്പർ ആവുക, ചാനലിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ മെയ് മന്ത്ലി മാസത്തിൻ്റെ റീഡിംഗ് എന്താണെന്ന് നോക്കാം. എന്താണ് മെസ്സേജസ്, എങ്ങനെയാണ് ഈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാവുകയെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ മെയ് മാസത്തിൻ്റെ എന്താണ് റീഡിംഗ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി, മെയ് മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 4 of Cups, പാസ്റ്റിൽ എനർജി 8 of Pentacles, കറണ്ട് എനർജി 2 of Swords, ഫ്യൂച്ചറിൽ പേജ് ഓഫ് Swords, ചാലഞ്ച് നിങ്ങൾക്ക് വീൽ ഓഫ് ഫോർച്യൂൺ, അഡ്വൈസ് നൈറ്റ് ഓഫ് കപ്സ്, 5 of Cups ആണ് സർപ്രൈസ് ഫാക്ടർ, ഔട്ട്കം നിങ്ങൾക്ക് ഈ കാർഡ്. അപ്പോൾ കാപ്രിക്കോൺ, ഇവിടെ 4 of Cups ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ 4 of Cups ഒരു ഡിസിൻട്രസ്റ്റ് ഉള്ള പേഴ്സൻ്റെ തന്നെ പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു പേഴ്സൺ. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഉണ്ടായിട്ടുണ്ട്, ഇടയ്ക്ക് എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, പറഞ്ഞാൽ എന്തോ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം നിങ്ങളുടെ മനസ്സ് കറണ്ട് സിറ്റുവേഷനിലല്ല, കറണ്ട് കാര്യങ്ങൾ നിങ്ങൾ അതിൽ അല്ല ഫോക്കസ് ചെയ്യണത്. നിങ്ങളുടെ എനർജി ലെവൽസ് ലോ ആയി നിങ്ങൾ ഫീൽ ചെയ്യണു. വരണ ഓപ്പർച്യൂണിറ്റീസിനെയൊക്കെ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യണു. എന്നുവെച്ചാൽ വേറെ എവിടെയോ ആണ് നിങ്ങളുടെ ശ്രദ്ധ. അപ്പോൾ ഈ 4 of Cups എന്താണ്? Ace of Pentacles. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ബിഗിനിങ് ഉണ്ടാവുന്നുണ്ട്, പുതിയ ബിഗിനിങ് വരുന്നുണ്ട്. ഇത് ഒരു ജോബ് ഓഫർ ആയിരിക്കാം, അതല്ല വെച്ചാൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആവാം, ഒരു റിലേഷൻഷിപ്പ് ഓഫർ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ ഈ ഓഫറിനെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സ് വേറെ എവിടെയോ ആണ്, നിങ്ങളുടെ ശ്രദ്ധ വേറെ എവിടെയോ ആണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ ശ്രദ്ധിച്ച് അതിനെ ഇവാലുവേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇത് മിസ് ചെയ്യരുത്. ഇതൊരു നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ആണ്. 8 of Pentacles ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ 8 of Pentacles ഒരു കരിയർ ഫോക്കസ്ഡ് എനർജിയാണ്. നിങ്ങളുടെ പഠിപ്പ് അതല്ല വെച്ചാൽ നിങ്ങളുടെ കരിയറിലായിരുന്നു ഫോക്കസ് ചെയ്യണ്ടായിരുന്നേ. ക്വീൻ ഓഫ് കപ്സ് ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജിയാണ്. കിങ് ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ഡിവൈൻ കപ്പിളാണ്. കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ് ഒരു ഡിവൈൻ പെയറാണ്. നിങ്ങൾ മാരീഡ് ആണ് വെച്ചാൽ, അതല്ല വെച്ചാൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിരുന്നു വെച്ചാൽ, പാസ്റ്റിൽ ഞാൻ കാണുന്നത് കുറേ
പറഞ്ഞാൽ നിങ്ങളുടെ ഇടയ്ക്ക് ഈ കരിയറുടെ എനർജി കാണാണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളും കരിയറിലായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്യണ്ടായിരുന്നേ, റിലേഷൻഷിപ്പിൽ അത്ര. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പിലും ഒരു വഴക്കാണ് ഞാൻ കാണുന്നത്. എന്നുവെച്ചാൽ നിങ്ങളുടെ ഫോക്കസ് മുഴുവനെ കരിയറിലായിരുന്നു. അപ്പം നിങ്ങൾക്ക് അത്ര സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ. അതല്ല വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടായി, വഴക്കുണ്ടായി. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസും ആയിരിക്കാം. അപ്പോൾ അതും ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ കറൻറ്റ് സിറ്റുവേഷനിൽ 2 of Swords ആണ്. അപ്പോൾ കറൻറ്റ് സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും എനർജിയിൽ ഒരു തീരുമാനമാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്. ഓക്കെ, ഒരു 2 of Swords ഒരു പ്രാക്ടിക്കലും ഇമോഷണൽ ഡിസിഷനാണ്. അപ്പോൾ എന്താണ് ഈ ഡിസിഷൻ? Knight of Swords. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ എനർജി കാണാണ്ട്. രണ്ടാളും ആക്ച്വലി ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഈ വഴക്കുണ്ടായതുകൊണ്ട് ഇവിടെ കുറച്ചൊരു സെപ്പറേഷനും ആവാം. ഇപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും എനർജിയിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാണ്ട് ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകേണ്ടതെന്ന് അതാണ് ഇവിടെ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. നിങ്ങൾ രണ്ടാൾക്കും വേണ്ടിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്യാം. പക്ഷേ അതൊരു വാശിയാണ് രണ്ടാൾക്കും. അത് ആ പേഴ്സൺ എന്താ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാത്ത പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. പക്ഷേ ഇമ്പൾസീവ് എനർജിയും ഉണ്ട്. കുറേ ഞാൻ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ കാര്യത്തിൽ വഴക്കുണ്ടായതുകൊണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ, അത് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഒട്ടുമില്ല. നിങ്ങൾ ആ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണു, ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണു. അതിൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒട്ടുമില്ല. അതല്ല വെച്ചാൽ സംസാരിക്കേണ്ട വെച്ചാലും കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ പേജ് സോഡ്സ് ആണ് ഫ്യൂച്ചറിൽ. അപ്പോൾ പേജ് സോഡ്സ് ഒരു ഒരു പുതിയ ഇൻഫർമേഷൻ്റെ എനർജിയാണ്. എന്തോ ഒരു പുതിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതല്ല വെച്ചാൽ ഈ പേഴ്സണിൻ്റെ കയ്യിൽ വരുന്നുണ്ട്. ഈ പുതിയ ഇൻഫർമേഷൻ എന്താണ്? 7 of Wands. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ചില പുതിയ ഇൻഫർമേഷൻ നിങ്ങൾക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ ഈ പേഴ്സണായിരിക്കും. ഇവിടെ ഹീലിംഗ് എനർജീസ് ഉണ്ട്, ഒരു സെപ്പറേഷൻ ഉണ്ട്, ചില ചാലഞ്ചസ്, ഒരു ബ്ലോക്ക് ഞാൻ കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഈ ബ്ലോക്ക് ഉണ്ടായാലും ഈ പേഴ്സൺ നിങ്ങളുടെ സോഷ്യൽ മീഡിയനെ ചെക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങളും ഈ പേഴ്സണിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിനോട് ചോദിക്കുന്നുണ്ടാവും. ഇല്ല വെച്ചാൽ കോമൺ ആയിട്ട് ആരെങ്കിലും അറിയാം വെച്ചാൽ അവരുടെ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ആദ്യം ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഈ സെപ്പറേഷൻ കുറച്ച് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നിങ്ങളുടെ ചാലഞ്ച്. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ ഒരു സമയത്തിൻ്റെ എനർജിയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആക്ച്വലി ഒരു ഗുഡ് ലക്കിൻ്റെ എനർജിയും കൂടിയുമാണ്. പക്ഷേ ഈ സമയം നിങ്ങളുടെ അഗൻസ്റ്റാണ്. പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്താലും അത് ഒരു ബ്ലോക്കാണ് ക്രിയേറ്റ് ആവുന്നത്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, 3 of Pentacles. അപ്പോൾ ഏറ്റവും വലിയ ചാലഞ്ച് ഇവിടെ നിങ്ങളുടെ ജോലി, കരിയറാണ്. അതിൻ്റെ കാരണം ഇവിടെ കുറേ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ചില കേസസിൽ നിങ്ങൾ രണ്ടാളും സെയിം ഓഫീസിലാണ് ജോലി ചെയ്യണമെന്ന് വെച്ചാൽ അതും ഒരു ഇഷ്യൂ ആണ് ഇവിടെ ഉണ്ടാവുന്നത്. എന്നുവെച്ചാൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെച്ചാൽ ആ കാര്യം ഇവിടെ നിങ്ങളെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ വേറെ ആരോ ഉണ്ടെന്നല്ല ഞാൻ പറയണേ. പക്ഷെ നിങ്ങളുടെ പാർട്ട്ണറിന് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും, അത് നിങ്ങളുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഉണ്ടെന്ന്. നിങ്ങൾക്കും അങ്ങനെ സംശയങ്ങളുണ്ടാവും ഈ പേഴ്സണെ കുറിച്ച്, അത് ഈ പേഴ്സൺ വേറെ ആരുടെയോ കൂടെ ഇൻവോൾവ് ആണെന്ന്. അപ്പോൾ അതാണ് ഞാൻ പറയണത്. ഇവിടെ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലച്ച ഒരു എന്തോ ഒരു കാര്യം പറഞ്ഞാൽ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇവിടെ. നൈറ്റ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. യൂണിവേഴ്സ് നിങ്ങളോട് ഈ കാര്യം സോർട്ട് ഔട്ട് ചെയ്യാനാണ് അഡ്വൈസ് തരണത്. ആദ്യം നിങ്ങളുടെ റൊമാൻറ്റിക് സൈഡിനെ അതിൻ്റെ കൂടെ കണക്റ്റ് ചെയ്യാനാണ് പറയണത്.
പേജ് ഓഫ് കപ്സ് ഇവിടെ ഒരു എപ്പോളജിയുടെ എനർജി കാണാണ്ട്, ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ഇതൊക്കെ മറന്നിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ ചെറിയ ചെറിയ വർക്കുകളാണെന്ന് വെച്ചാൽ ഈസിലി സോർട്ട് ഔട്ട് ചെയ്യാനുള്ള കാര്യമാണെന്ന് വെച്ചാൽ സംസാരിച്ചിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്യുക. ഇവിടെ ഹീലിംഗിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു അങ്ങനെ ശ്രമിച്ചാൽ യൂണിവേഴ്സും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ടെമ്പറൻസ്, ബാലൻസ്ഡ് എനർജിയാണ്. ഈ റിലേഷൻഷിപ്പിൽ ബാലൻസ് കൊണ്ടുവരാനാണ് യൂണിവേഴ്സ് അഡ്വൈസ് തരുന്നത്. 5 ഓഫ് കപ്സ് ആണ് ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ 5 ഓഫ് കപ്സ് ആദ്യം ഒരു ലോസിൻ്റെ എനർജിയാണ്, ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും സൈഡിൽ ഇവിടെ റിഗ്രറ്റ് കുറേ ഉണ്ട്. പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു, ആ മോമെൻറ്റിൽ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, ഇല്ല ആ വർക്ക് ഉണ്ടാവുന്ന സമയത്ത് എന്തെങ്കിലും അങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ രണ്ടാളും പറഞ്ഞിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. ആ കാര്യം വെച്ചിട്ട് നിങ്ങൾ രണ്ടാൾക്കും കുറേ ഒരു ഗിൽട്ട് ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു പറഞ്ഞാൽ അത് ശരിയായിട്ടില്ല എന്നൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അത് രണ്ട് സൈഡിനും ഉണ്ട് 5 ഓഫ് കപ്സ്. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ആൻഡ് 10 ഓഫ് കപ്സ്. അപ്പോൾ ഞാൻ ഇവിടെ ഹിഡൻ ഫാക്ടറിൽ കാണുന്നത് ഒരു ഹാപ്പി റിലേഷൻഷിപ്പാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ കുട്ടികളുണ്ട്, മാരീഡാണ് വെച്ചാൽ ഈ സിറ്റുവേഷൻ മെല്ലെ മെല്ലെ ശരിയാവും. ഓക്കെ, കുറച്ച് സമയം കൊടുത്താൽ ഇത് ശരിയാവും. നിങ്ങൾ മാരീഡ് അല്ല വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് ഡെഫിനറ്റ്ലി ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ഇതിന്. അപ്പോൾ എന്താണ് ഔട്ട്കം? 9 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഈ മാസം നിങ്ങൾ രണ്ടാളും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചിന്തിക്കണേ. പറഞ്ഞാൽ ഒരു കപ്പിളായിട്ടല്ല, ഒരു ഇൻഡിപെൻഡൻറ്റ് എനർജി ഇവിടെ കാണാണ്ട്. 2 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ ഇവിടെ നിങ്ങളുടെ ഫോക്കസ് ഞാൻ പറഞ്ഞ മാതിരി കരിയറാണ് കൂടുതൽ. കുറേ പെൻറ്റിക്കിൾ എനർജീസാണ് ഇവിടെ. 6 ഓഫ് പെൻറ്റിക്കിൾസ്, അതിൻ്റെ കാരണം ഈ റിലേഷൻഷിപ്പിൽ ഒരു ഇംബാലൻസ് ഉണ്ട്. പക്ഷേ ഈ ഇംബാലൻസ് ഉണ്ടായാലും ഈ സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്തു വരും. എന്നുവെച്ചാൽ ഏസ് ഓഫ് സോഡ്സ് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവും. കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും പ്രധാനം ഇവിടെ. നിങ്ങൾ രണ്ടാൾക്കും സംസാരിച്ച് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാനല്ലേ ഉള്ളൂ. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും ആ എഫേർട്ട് ഇടേണ്ടി വരും ഈ സിറ്റുവേഷനെ സംസാരിച്ചിട്ട് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷേ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു സൊല്യൂഷൻ കിട്ടും നിങ്ങൾക്ക്. ഈ സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടാളും പുറത്തു വരും. അപ്പോൾ എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ്? ഒറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എ ഇയർ ഫ്രം നൗ. അപ്പോൾ ഒരു കൊല്ലം, ചിലപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഒരു കൊല്ലം എടുക്കും, അങ്ങനെ തന്നെ ഉണ്ടാവണം എന്നില്ല. പക്ഷേ ഡെഫിനറ്റ്ലി കുറച്ച് മാസങ്ങളായാൽ ഇത് സോർട്ട് ഔട്ട് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു കൊല്ലം, ഈ ദിവസം തൊട്ടിട്ട് ഒരു കൊല്ലം നെക്സ്റ്റ് ഇയർ ആവുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും, കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വേറൊരു കാർഡ് എടുക്കാം ഇതിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ട്, ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടും. ഏസ് സോഡ്സ് ഒരു ഓപ്പർച്യൂണിറ്റിയുടെ തന്നെ എനർജിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇങ്ങനെ ഒരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷന് പുറത്ത് വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അത് നിങ്ങൾ ഓപ്പർച്യൂണിറ്റി എടുത്താൽ അത് നല്ലതായിരിക്കും. എന്നുവെച്ചാൽ ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സിറ്റുവേഷനെ ശരിയാക്കാം. അത് മിസ് ഔട്ട് ചെയ്താൽ ഈ സിറ്റുവേഷൻ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് പോവും. എന്തായാലും നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ ആവുമ്പോഴേക്കും ഡെഫിനറ്റ്ലി ഈ സിറ്റുവേഷൻ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ടാവും. ബട്ട് ഞാനിവിടെ ഒരു ബ്രേക്കപ്പ് ഒന്നും കാണില്ല. ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് തന്നെയാണ് പോണത്. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഇപ്പോൾ ആണോ എടുക്കുന്നത്, അതല്ല വെച്ചാൽ പിന്നെയാണോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആദ്യം ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ എടുത്താൽ നല്ലതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ അറിയില്ല ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി പിന്നെ കിട്ടുമെന്ന്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് കാപ്രിക്കോൺ. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് അക്വേറിയസ്, ലീബ്ര, ജെമിനായി, കുറേ സൈൻസ് അങ്ങനെ ഉണ്ട്. ആൻഡ് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, പൈസീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.